എല്ലാവരുടെ കയറാണ് സ്ഥലം ഇല്ലേ? മതിയല്ലോ 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 AC പരിശോധന ഞങ്ങൾ AC പരിശോധന ഞങ്ങൾ പരിശോധിക്കണം. അതിലേക്ക് എടുക്കാല്ലോ. ഗണോദയമ്പലത്തിൽ കിട്ടുന്ന നെയ്യ്, ഗണോദയമ്പലത്തിൽ കിട്ടുന്ന നെയ്യാ, അമ്പലത്തിൽ കിട്ടുന്ന നെയ്യാണത്. അമ്പലത്തിൽ ഭക്തർ കൊടുക്കുന്ന നെയ്യ്. കരിയുണ്ട്, കരിയുണ്ട്. അറക്കപ്പൊടി അതിനകത്തോട് കയറി, കരി അതിനകത്തോട്. ഇത് ഗണോദയമ്പലത്തിൽ ഭക്തർ കൊടുക്കുന്ന ഇതാണ്, ഭക്തർ കൊടുക്കുന്ന പ്രസാദമാണിത്. വിഷ്ണു വിഷ്ണു ആരാണ്? വിഷ്ണു കരി, കരി ഉണ്ടാക്കി വെച്ചേക്കോ. AC കാണണ്ടാണ്. അരുണ കരി മുണ്ടടിച്ചു. പിന്നെ ഇതാണ് ഭക്ത ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഗണേശഭക്തന്മാർക്ക് കൊടുക്കുന്ന ആ ചക്കല്ല, അമ്പലത്തിന്റെ അകത്ത് വരുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം മറിച്ച് വിൽക്കുന്ന കേന്ദ്രം കൂടിയാണിത്. ഇവിടെ വരുന്ന തേങ്ങയും നെയ്യും ബാക്കിയുള്ള ക്ഷേത്രത്തിൽ ഉപയോഗിക്കാതെ മുഴുവൻ വിൽക്കുന്ന സെന്ററാണിത്. ഇവിടുത്തെ കടക്കാർക്ക് തന്നെ ഇത് കൊടുത്തിട്ട് വീണ്ടും അമ്പലത്തിൽ വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിസ്സാര കാര്യമല്ല. ഇത് മുഴുവനും തന്നെ സാധനങ്ങളാണ്. നിങ്ങൾ സാധനങ്ങളുടെ എല്ലാം എടുത്ത് വെളിയിലോട്ട്. ഇത് മുഴുവനും നെയ്യേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. ക്വാളിറ്റിയുള്ള നെയ്യെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ട് കടകളിൽ കൊടുക്കുക. അപ്പം ഭക്തജനങ്ങൾ കൊടുക്കുന്നതൊന്നും ഗണപതിക്ക് എത്തുന്നില്ല, ശിവനെത്തുന്നില്ല, ബാക്കിയുള്ള ശ്രീകോവിലൊന്നും എത്തുന്നില്ല. ഇതെല്ലാം കട്ടുമുടിച്ചുകൊണ്ട് കൂട്ടുനിൽക്കുന്ന ഏയും മറ്റ് ജീവനക്കാർക്കെല്ലാം അതിന്റെ പങ്കുവെച്ച് ഇത് അഴിമതിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. ഇത് ചന്ദനമാണോ ഭഗവാനെ വെച്ച് ഭഗവാനെ വിറ്റ് പൈസ ഉണ്ടാക്കുക, ഗണപതിയെ വിറ്റ് പൈസ ഉണ്ടാക്കുക, ഇത് അനുവദിക്കുന്നില്ല. ഇത് ഞങ്ങൾ ഭക്തർ അനുവദിക്കുന്നില്ല. അത് വെറും എല്ലാം തട്ടിയാൽ മഹസ്രം എഴുതാൻ പറ്റില്ല. മഹസ്രം എഴുതാൻ പാടായിരിക്കും. ഇത് പരിശോധിക്കണം. ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കണം. തിരി ഇതാക്കിയിട്ട് ചൂടാക്കി കരിച്ച്. സാധാരണ പായസത്തിലോ ഉണ്ണിയപ്പത്തിലോ മായം ചേർത്താൽ നമുക്ക് മനസ്സിലാവും. ഇത് ചന്ദനത്തിൽ പോലും, പ്രസാദത്തിൽ പോലും മായം ചേർത്തിട്ട് ക്ഷേത്രത്തിൽ തയ്യാറാക്കി കക്കൂസി കൊണ്ടുപോയി തയ്യാറാക്കി ബംഗാളികളെ കൊണ്ട് തയ്യാറാക്കുന്നു. അമ്പലത്തിലെ തിരി ഇവിടെ കിട്ടുന്നത് എല്ലാം ഇവിടെ കൊണ്ടുപോകും. ഇത് സ്വകാര്യ വ്യക്തിയുടെ വാടകയ്ക്കെടുത്ത കെട്ടിടമാണ്. ഇതെന്താ അമ്പലത്തിലെ സാധനം ഇത് സ്വകാര്യ വ്യക്തിയുടെ സാധനമാണ്. അമ്പലത്തിലുണ്ടോ? ഇതെന്തു ആരുടെ കുടുംബത്വം ഈ പൂജാ സാധനങ്ങൾ ചെയ്യുന്നത് കണ്ടോ? ഇതാണ് ഇവിടെ കണ്ടത്. കണ്ടോ? മദ്യമാണ് കുടിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴാണ് മദ്യം കണ്ടല്ലോ. കൊട്ടാരക്കര ദേവസ്വം മനസ്സിലായി. കണ്ടല്ലോ ക്ഷേത്രത്തിലെ മഹാപ്രസാദം ആയിരക്കണക്കിന് മദ്യക്കുപ്പികളാണ്. കണ്ടല്ലോ ഗണപതി ഭക്തന്മാരെ കഴിഞ്ഞല്ലോ, കിട്ടിയല്ലോ. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവര് ഒന്നിറങ്ങണേ. ഓക്കെ ഓക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് മൊത്തം എഴുതിയിട്ടേ പോകത്തുള്ളൂ.